ദുനിയാവിന് വേണ്ടി മാത്രമുള്ള ദുആ ദ്വാരക്കുന്നവർ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, ദുനിയാവിൽ മാത്രം ഹസനത്ത് ചോദിക്കുന്നവർക്ക് ആഖിറമാകുന്ന അനന്തമായ ലോകം, വൽ ആഖിറത്തു ഖൈറും വബഖാ, അനന്തവും അത്യുന്നതവുമായ ലോകത്തിൽ അവര് പ്രശ്നത്തിലാണ്, സങ്കടത്തിലാണ്, തീരാത്ത ദുഃഖത്തിലാണ്. അതേ സമയത്ത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബേ, ഞങ്ങൾക്ക് ദുനിയാവിൽ ഹസനത്ത് വേണം, ആഖിറത്തിലും ഹസനത്ത് വേണം. ദുനിയാവിലെ ഹസനത്താണ് ഏറ്റവും പ്രധാനമായിട്ട് ആരോഗ്യം. നല്ല ആരോഗ്യം വേണം, അല്ലാഹു നിലനിർത്തി തരട്ടെ. നല്ല ആരോഗ്യം ഉണ്ടാകണം, അല്ലാഹു നിലനിർത്തി തരട്ടെ. നിങ്ങൾ ആരും ആമീൻ പറയുന്നില്ല. കാസർഗോഡ് ജില്ലക്കാരനാണ് ഞാൻ. രാവിലെ 11 മണിക്ക് വണ്ടി കയറിയതാ. അപ്പൊ ഒരുപാട് ഓടിയിട്ട് ഞാൻ എന്റെ വിഷമം പറയാൻ വേണ്ടി പറയല, നിങ്ങൾ ആമീൻ ഉഷാറാക്കാൻ പറഞ്ഞതാ. അല്ലാഹു തആല നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. 4 ഉറക്കെ ആമീൻ പറയണം. ആകെ മഹദറത്തുൽ ബദരിയയും ദുആ സമ്മേളനമാണ്. നമ്മൾ ഇവിടുന്ന് ആമീൻ പറഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് ആമീൻ പറയാം. അതുകൊണ്ട് ഉറക്കെ ആമീൻ പറയും. അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു നമുക്ക് സന്തോഷം നൽകട്ടെ. നല്ല ആരോഗ്യം വേണം, നല്ല ആഫിയത്ത് വേണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, സലില്ലാഹിൽ ആഫിയ, അല്ലാഹുവിനോട് ആഫിയത്ത് ചോദിക്കൂ, ആഫിയത്ത് ചോദിക്കൂ. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. ഖുർആൻ ഓതണമെങ്കിൽ കണ്ണിന് കാഴ്ച വേണ്ടേ? ഖുർആൻ എടുക്കുമ്പോഴേക്ക് തലവേദന വരികയാണ്, അയാൾക്ക് ഖുർആൻ ഓതാൻ കഴിയൂല. എപ്പോഴും ശ്വാസം മുട്ടാണ്, അയാൾക്ക് മുസ്ഹഫ് എടുത്ത് ഓതാൻ വേണ്ടി കഴിയുന്നില്ല. 1-2 തവണ റുക്കൂ ചെയ്യുമ്പോഴേക്ക് ശ്വാസം മുട്ടലാണ്, അയാൾക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല. സുഹൃത്തുക്കളെ, അലർജി വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു ഒരാൾക്ക്. ഖുർആൻ തുടക്കുമ്പോഴേക്ക് അയാളുടെ പൊടി കയറിയിട്ട് അലർജി ബാധിക്കുകയാണ്, തുമ്മലുണ്ടാകുകയാണ്, ജലദോഷം പിടിക്കുകയാണ്, പരീക്ഷിക്കപ്പെടുകയാണ്. ഇബാദത്തിന് ലദ്ദത്ത് കിട്ടണമെങ്കിലും ആഫിയത്ത് വേണം.